Hello friends, welcome to my channel Dialects Evo Learning Made Easy Part 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് പാർട്ട് 9 ആണ്. പാർട്ട് 8 കഴിഞ്ഞു. അതിൽ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അതിന് ഇൻറ്റീരിയർ ആൻഡ് റൂഫിങ് അതൊക്കെ കഴിഞ്ഞു. ബിൽഡിംഗ് ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് റെഡി. ഓക്കെ, നമ്മളിനിപ്പോൾ ലൈറ്റിംഗ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഐ ജസ്റ്റ് വാണ്ട് യു ടു നോ സം മോർ പോയിൻറ്റ്സ്. ഈ പാർട്ട് 9 ഞാൻ ഐ എം പ്ലാനിങ് ടു ടോക്ക് ടു യു അബൌട്ട് വർക്കിംഗ് പ്ലെയിൻ ആൻഡ് ദ വാൾ സോൺ. ഓക്കെ, വർക്കിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബൈ ദ നെയിം ഇറ്റ് സെൽഫ് യുനോ വർക്കിംഗ് പ്ലെയിൻ, ദ സെയിം പ്രോജക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വർക്കിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പ്ലെയിൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഇവിടെ എത്ര ലക്സ് വേണം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഒരു സ്റ്റുഡിയോ, ഒരു ഡ്രോയിങ് ബോർഡുണ്ട്, അവിടെ ഒരു 500 ലക്സ് ആണ് എക്സ്പെക്റ്റഡ് ലക്സ് ലെവൽ എന്ന് വിചാരിക്കും. വി ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് എ വർക്കിംഗ് പ്ലെയിൻ. അവിടെയാണ് നമ്മൾ ഈ 500 ലക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സർട്ടൻ ഹൈറ്റ് നമ്മൾ കണക്കാക്കണം. ഇപ്പോൾ ഒരു മേശയാണ്, ഒരു ഓഫീസ്, ഫോർ എക്സാമ്പിൾ ഈ റൂമിൽ ഇപ്പോൾ മേശയാണുള്ളത്, മേശയുണ്ട്, ചെയറുണ്ട്. ഈ മേശയുടെ മേളിൽ നമ്മൾ ഫയലും പേപ്പറൊക്കെ വെച്ചിട്ട് എഴുതുകയാണ്. സോ മേശ ഈസ് ഗോയിങ് ടു ബി എ വർക്കിംഗ് പ്ലെയിൻ. അപ്പോൾ മേശയുടെ മേലെയാണ് നമ്മൾ പറഞ്ഞ ലക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് യൂണിഫോമായിട്ട് ലൈറ്റ് എല്ലാവിടെയും വേണം, യൂണിഫോമിറ്റി ഈസ് എക്സ്പെക്റ്റഡ്. പക്ഷേ നമ്മുടെ വർക്കിംഗ് പ്ലെയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ദ റിയൽ ലക്സ്. ഇപ്പോൾ റൂം ഒരുമാതിരി ഡാർക്കായിട്ട് കിടക്കുകയാണ്, വളരെ ഡൾ ലൈറ്റാണെങ്കിലും നമ്മൾ മേശപ്പുറത്ത് നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് ഇല്ലെങ്കിൽ യു കനോട്ട് റീഡ് ഓർ റൈറ്റ്. ഓക്കെ, അതാണ് ഈ വർക്കിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറലി ദർ ഇസ് എ ലൈറ്റ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. വേറെ അവിടെ സർജിക്കൽ ടേബിളുണ്ട്. ടേബിളിൻ്റെ മേലെ ഒരു പേഷ്യൻ്റ് കിടക്കുകയാണ് സർജറിക്ക് വേണ്ടിയിട്ട്. അയാളുടെ കയ്യോ കാലോ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുന്ന രീതിയിൽ യു നീഡ് എ ടാസ്ക് ലൈറ്റ്. ബട്ട് ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടാസ്ക് ലൈറ്റ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ടോട്ടൽ ലക്സ് റിക്വയർഡ് ഇൻ ദാറ്റ് റൂം. ഓക്കെ, ഇപ്പോൾ ടാസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ ടേബിളിൽ യു മേ നീഡ് തൗസൻഡ്സ് ഓഫ് ലക്സ്, 10,000 15,000 ലക്സ് ഒക്കെ വേണ്ടി വരും. അതേ സമയത്ത് ഓൺ എ ടേബിൾ യു നീഡ് an accepted level of light. ഓക്കെ, അതാണിത്. ഇത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വർക്കിംഗ് പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആവട്ടെ, ഇൻഡസ്ട്രിയിൽ വർക്കിംഗ് പ്ലെയിൻ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്ലോർ ലെവലായിരിക്കും. അപ്പോൾ അതിന് 0 ഹൈറ്റ് ആയിരിക്കും വർക്കിംഗ് പ്ലെയിൻ. അല്ലെങ്കിൽ ഒരു കോറിഡോറാണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ്, ഒരു കോറിഡോർ എന്ന് പറഞ്ഞാൽ യു നീഡ് യൂണിഫോം ലൈറ്റ് ആൻഡ് അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഐ മീൻ ഇറ്റ്സ് ഓൺലി എ വാക്കിംഗ് ഏരിയ. ഓക്കെ, അപ്പോൾ അതിന് വേണമെങ്കിൽ 0 കൊടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലാവട്ടെ അല്ല പുറത്താവട്ടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ എത്ര വർക്കിംഗ് പ്ലെയിൻ എടുക്കുമെന്ന്. ജനറലി ഒരു ടേബിൾ ആണെങ്കിൽ ഒരു 80 സെൻറ്റിമീറ്റർ ഓർ 90 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് 80 സെൻറ്റിമീറ്റർ 0.8 മീറ്റർ അല്ലെങ്കിൽ 0.9 മീറ്റർ. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ BSS ഫോളോ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻ പാർ വിത്ത് BSS. ഓക്കെ, നമുക്കത് നോക്കാം. ഇനി നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുമെന്ന് നോക്കാം. ഹൗ ടു സെറ്റ് ദിസ് വർക്കിംഗ് പ്ലെയിൻ ഹൈറ്റ്. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷൻ ഓബ്ജക്ട്സ് നോക്കാം. And then you go to the space. Okay, ഇവിടെ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ്ലി യെല്ലോ ആയിട്ടുള്ളത് ആ ഏരിയ. നമ്മൾ യു ഹാവ് ടു ചൂസ്. സപ്പോസ് ഈ എൻട്രൻസ് ഹോളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് ചൂസ് ചെയ്തു. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ ഈ ഡിസ്പ്ലേ ഇവിടെ മാറി. ഹൈറ്റ് ഓഫ് ദ സ്പേസ് ഇസ് 2.8 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് ഫ്രം ദ ഫ്ലോർ ലെവൽ ടു ദ സീലിംഗ് ഓർ ഫോൾ സീലിംഗ്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ വർക്കിംഗ് പ്ലെയിനിലേക്ക് എങ്ങനെ പോവും? ഇതാ ഇവിടെ നോക്കൂ. ഹൈറ്റ് ഓഫ് ദ റൂം
in space, wall zone 0.093 എന്നിവിടെ കാണുന്നുണ്ട്. നമുക്ക് ലെറ്റസ് ഫോർഗെറ്റ് വോൾ സോണിനെ പറ്റി ഞാൻ പറയാം. അതിനു മുന്നേ നമുക്ക് ക്രിയേറ്റ് വർക്കിംഗ് പ്ലെയിൻ എന്ന് കാണുന്നില്ലേ? അപ്പോൾ വർക്കിംഗ് പ്ലെയിൻ റൂം 14 എന്ന് പറയുന്നത് ഈ റൂം തന്നെയാണ്, എൻട്രൻസ് റൂം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0.76 മീറ്റർ കാണുന്നുണ്ട്, എന്ന് വെച്ചാൽ 76 സെൻറ്റിമീറ്റർ ആണ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ വർക്കിംഗ് പ്ലെയിൻ. നമ്മളിപ്പോൾ അത് കയറിയിട്ട് ഒരു 0.8 മീറ്റർ ആക്കി എങ്കിൽ അത് 0.8 ആയി, ഹൈറ്റ് വീണ്ടും റീസെറ്റായി. ഓക്കെ, അപ്പോൾ അത് വന്നു. നമ്മൾ വീണ്ടും സ്പേസിലേക്ക് വന്നു, വി സെലക്റ്റഡ് 0.8 ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വി വിൽ സെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ വർക്കിംഗ് പ്ലെയിൻ. നൗ വി കം ടു ദ വാൾ സോൺ. വാൾ സോൺ എന്ന് പറഞ്ഞ ഒരു റൂമിൽ നമുക്ക് നിയർ ടു ദ വാൾ ലൈറ്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് യു വിൽ ഹാവ് കോർണേഴ്സ്, യു വിൽ ഹാവ് ക്യാബിനറ്റ്സ്, അങ്ങനെ പല വേരിയസ് areas where you don't require significant amount of light. The working plane is little away. അപ്പോൾ അതുകൊണ്ട് വാൾ സോൺ നമ്മൾ കുറച്ച് വിടുന്ന ഒരു ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. ഓൾസോ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഓക്കെ, വാൾ സോൺ ഇപ്പോൾ ഇതിൽ 0.03 ലെറ്റ്സ് നമ്മളൊരു 0.2 മീറ്റർ എന്ന് വെച്ചാൽ 20 സെൻറ്റിമീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് വന്നു, കണ്ടോ, 0.2. ഇനിയിപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ വീണ്ടും ലെറ്റ്സ് സ്പേസിൽ വന്നിട്ട് ലെറ്റ് സെലക്ട് ദിസ് ഇൻസ്റ്റെഡ് ഓഫ് 0.2. ഇഫ് ഐ ടേക്ക് ലെറ്റ്സ് ആ ഡിസ്റ്റൻസ് വരുന്നത് 0.1 ആണ്, എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ട് നോക്ക്, കണ്ടോ, കുറച്ച് കുറഞ്ഞു ഡിസ്റ്റൻസ്. അപ്പോൾ വാൾ സോൺ ഓൾസോ ഹാസ് ടു ബി അഡ്ജസ്റ്റഡ്. ചില സ്ഥലങ്ങളിൽ വാൾ സോണിൻ്റെ ആവശ്യമില്ല, ഫ്രം വാൾ ടു വാൾ കംപ്ലീറ്റ്ലി ലക്സ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യും. ഈ വാൾ സോണും ഇത് വർക്കിംഗ് പ്ലെയിൻ ഹൈറ്റിനും അനുസരിച്ചിട്ട് ദറ്റ് ഇല്യൂമിനേഷൻ ലെവൽ ലക്സ് നമ്മളെ കാൽക്കുലേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വിൽ കാൽക്കുലേറ്റ് എവറിത്തിങ്, പക്ഷേ അതിൻ്റെ വാല്യൂ മാറുന്നതായിട്ട് കാണാം. നമ്മൾ കൂടുതലായിട്ട് ഇനിയിപ്പം ലൈറ്റ് ഇല്യൂമിനേഷൻ നമ്മൾ ഡിസൈനിലേക്ക് വരുമ്പോൾ, ലൈറ്റിംഗ് ഡിസൈനിലേക്ക് വരുമ്പം ലൂമിനാരീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ദാറ്റ് ഈസ് എഫക്റ്റിംഗ് എന്നുള്ളത് നമുക്ക് കാണാം. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പിട്ട് ഐ എം ജസ്റ്റ് ഗിവിങ് എൻ ഇൻട്രൊഡക്ഷൻ സോ ദാറ്റ് യു വിൽ ബി അവെയർ ഓഫ് ദ എഫക്റ്റ് ഓഫ് വർക്കിംഗ് പ്ലെയിൻ ഓർ വാട്ട് ഈസ് വർക്കിംഗ് പ്ലെയിൻ, വാട്ട് ഈസ് വാൾ സോൺ. അപ്പോൾ അത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് പ്ലെയിൻ എന്താണ്, വാൾ സോൺ എന്താണ്, അത് ഇവിടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ, ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു സീ ദ ഡിഫറൻസ് ഹിയർ. ഇനി ഇതിൻ്റെ 3Dയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ 3Dയിലേക്ക് പോയി കഴിഞ്ഞാൽ ലെറ്റ്സ് സീ ഇത് ഈ യെല്ലോ ആയിട്ട് കാണുന്ന ഇതാണ് വർക്കിംഗ് പ്ലെയിൻ, കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഓൺ 0 ഹൈറ്റ്, 0 ആയിട്ട് താഴെയുണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത ഹൈറ്റാണ് അവിടെ വരുന്നത്. ഇനിയിപ്പം ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് ലെറ്റ്സ് ഇവിടെ വർക്കിംഗ് പ്ലെയിൻ. ഓക്കെ, ദിസ് ഇസ് ദ ഡ്രോയിങ്. ലെറ്റ്സ് സേ നൗ സ്പേസ്, ലെറ്റ് us select this. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആ എഫക്റ്റ് ഒന്ന് കാണിച്ചു തരാം. Let us say 1.5 meter. Let us assume for the sake of academic interest. Okay, അതിപ്പോൾ മാറി 3Dയിൽ വന്നു കഴിഞ്ഞാൽ യു സി ഇത്രയും ഹൈറ്റിൽ വന്നു, 1.5 മീറ്റർ ഹൈറ്റ്, കേട്ടോ. ഇതാണ് വർക്കിംഗ് പ്ലെയിൻ ഇവിടെ വന്നത്. എനിവേ, nobody will have a working plane of 1.5 meter. Either you will have on the floor as working plane or on the table or any working area or on a drawing board or എന്തെങ്കിലും ഒരു ഒപ്റ്റോമെട്രിക്സ് ഒക്കെ ചെയ്യാണ്, അപ്പോൾ ടേബിളിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ബെഞ്ച്, ഇതൊക്കെ വർക്കിംഗ് പ്ലെയിൻ ആയിട്ട് നമുക്ക് എടുക്കാം. വേർ യു നീഡ് ദ പ്രോപ്പർ ഇല്യൂമിനേഷൻ ടു വർക്ക് വിത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാനത് മാറ്റിയിട്ട് പഴയതിലേക്ക് ലെറ്റ്സ് സേ നൗ. ഓക്കെ, ലെറ്റ് us edit that working plane from 1.5 to I'll go back to 0.8. Okay, so it became 0.8. Now let's see, it went down. അത്രയും വന്നു, കണ്ടില്ലേ? ഇറ്റ്സ് നൈസ്. ഓക്കെ, ഇതാണ് വർക്കിംഗ് പ്ലെയിനിനെ
കുറിച്ചുള്ള വാൾ സോണിനെ കുറിച്ചും ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത് നമ്മൾ ലൈറ്റിംഗ് ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് ഈ വാല്യൂസൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇതിപ്പോൾ ഞാനിതാ ഈ ഡ്രോയിങ്ങിൽ എന്താ ഇത് ജാനിറ്റർ റൂം, ചേഞ്ച് റൂം, ഇവിടെ ഒന്നും വർക്കിംഗ് പ്ലെയിനോ ഇത് വാൾ സോണോ ഒന്നും മാറ്റിയിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ആൻഡ് സീ ദ ചേഞ്ചസ്. Change the values here, working plane height and wall zone. Just practice it so you will get an idea about this one. And അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോയിട്ട് we will know more about certain other things. Then lighting ഡിസൈനിലോട്ട് പോവാം. Luminaries ഇട്ടിട്ട് നമുക്ക് ലൈറ്റിങ്ങിലേക്ക് പോവാം, കേട്ടോ, ലൈറ്റിംഗ് ഡിസൈനിലേക്ക്. എന്നിട്ട് വേണം നമുക്ക് എത്ര ലക്സ് ലെവൽ എങ്ങനെയൊക്കെ വേണം, വിച്ച് സ്റ്റാൻഡേർഡ് ടു ഫോളോ ആൻഡ് ഹൗ ടു സെറ്റ് ഇറ്റ് എന്നുള്ളത് ഇതാക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ അടുത്ത നെക്സ്റ്റ് പാർട്ടിലേക്ക്, പാർട്ട് 10 കാണാം നമുക്ക്. ഓക്കെ, സോ ബൈ.